നമ്മുടെ ക്ലിനിക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഹെർബൽ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കൊട്ടാരക്കരയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തൃശ്ശൂരിലുള്ള ക്ലിനിക്കിൽ നിന്നും ഇവിടെ കുറേ ഡിഫറൻസ് വരുത്തണം എന്നുള്ളത്. അതിൽ ഒരു ഡിഫറൻസ് ആണ് ഞാൻ തൃശ്ശൂരിൽ ഇങ്ങനെ നോട്ട് പാഡിലായിരുന്നു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് മാറി ഫുൾ ഡിജിറ്റലൈസേഷൻ ചെയ്യണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് ബിഷപ്പ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. അത് നമുക്ക് കുറേ പേർക്കൊക്കെ അറിയാം. ആയുർവേദ ഡോക്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് ബിഷപ്പ് ആപ്പ്. ഇതിന്റെ ബിഷക്കുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഫ്രം സ്ക്രാച്ച് ടു ഇത്രയും കാലം എങ്ങനെയാണ് അതിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ആഡിങ്സ് എന്നുള്ളത് വരെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു, ആപ്പിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേറൊരു ആപ്പോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറോ ഒന്നും ഇൻസേർട്ട് ചെയ്യണമെന്ന് ആദ്യം ചിന്തിച്ചിട്ട് കൂടിയില്ല. കാരണം ഈ ഒരു ആപ്പിൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ അതിൽ 3.0 വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതിലൂടെ പ്രിസ്ക്രിപ്ഷൻ ജനറേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പേഷ്യൻസിലേക്ക് എത്തിക്കാനും, അതായത് നമുക്ക് കംഫർട്ടബിൾ ആണ് കൂടുതൽ. അതായത് നമ്മളിപ്പോൾ ഇവിടെ കൺസൾട്ടേഷൻ റൂമിൽ ഇരുന്ന് ഒരു പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റിസപ്ഷനിലേക്ക് അവിടെയുള്ള ഒരു പ്രിന്ററിലേക്ക് അയക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്ത് ഒരു പ്രിന്റ് ഔട്ട് ആയിട്ട് തന്നെ പേഷ്യൻറ്റിന് കൊടുക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്പിന്റെ അകത്ത് ഒരു വാട്ടർമാർക്ക് പോലും പ്രിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും ഓൺലൈനിലുള്ള ഫ്രീ സോഫ്റ്റ്വെയർസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അതിന്ന് നമ്മൾ എടുക്കുന്ന പ്രിന്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊരു വാട്ടർമാർക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ തോന്നില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ഇതിന്റെ ഒരു യൂസ്, എനിക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഡാറ്റ സ്റ്റോറേജ് ഉണ്ട്. അതായത് ഇത്രയും നാളത്തെ നമ്മുടെ പേഷ്യന്റ് ഹിസ്റ്ററി അത് നോക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഡാറ്റ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ഒരു നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്കൊരു സോഫ്റ്റ്വെയറിന് ഈക്വൽ ടു ആയിട്ടുള്ള ഒരു ആപ്പ് എന്ന് പറയാനുള്ളതാണ് ബിഷപ്പ് ആപ്പ്. അതിൻ്റെ അകത്ത് ഇത് മാത്രമല്ല കേട്ടോ, പിന്നെ അകത്ത് ഡിസീസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിസീസിന്റെ ഗ്രൂപ്പ് ആയിട്ടുള്ള തിരിച്ചിട്ടുള്ളതുണ്ട്. അതിൻ്റെ അകത്ത് പാറ്റേൺ മെഡിസിൻസ് ഉണ്ട്, ക്ലാസിക്കൽ മെഡിസിൻസ് ഉണ്ട്, കൂടാതെ റെഫറൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ടെക്സ്റ്റ് ബുക്കും കൊണ്ട് എല്ലായിടത്തും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് റെഫറൻസസ് നോക്കാൻ വേറെ ഒരു ബുക്ക് എടുത്ത് റെഫർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സും ആണെങ്കിലും ഇനി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന പുതിയ ഡോക്ടേഴ്സ് ആണെങ്കിലും ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെനിഫിഷ്യൽ ആയിരിക്കും. അത് അഫോർഡബിളും ആണ്. അതുപോലെ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ റെഫറൻസസും ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ട്.